ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പനിപ്പൂൽ വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ സച്ചിനെ രേവതി ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരുന്നതിന് തൊട്ട് പിന്നാലെ തന്നെയാണ് അടുത്ത പ്രശ്നം കൂടി ഉണ്ടാകുന്നത്. അത് ഇന്നത്തെ പ്രമോയിൽ നമ്മൾ കണ്ടൊരു ഭാഗമാണ്. വർഷ സ്വന്തം വീട്ടിലേക്കായിട്ട് ശ്രീകാന്തിനോട് വഴക്കിട്ട് പിണങ്ങി പോവുകയുള്ളൂ. അതിന് കാരണം മറ്റൊന്നുമല്ല, വർഷയ്ക്ക് ചെറിയൊരു ഫീവർ വരികയും ശ്രീകാന്തിനോട് തൻ്റെ അടുത്തിരിക്കാൻ പറയുന്ന സമയത്ത് തൻ്റെ ഹോട്ടലിൻ്റെ ഓണറായ പ്രിയയോട് ലീവ് ചോദിക്കുന്നുണ്ട് കേട്ടോ ശ്രീകാന്ത്. എന്നാൽ പ്രിയ പറയുന്നത് ഇങ്ങനെയാണ്: ഇന്നിപ്പോൾ അർജൻറ്റായിട്ട് കുറച്ച് ബൾക്കായിട്ടുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ട് ശ്രീകാന്ത് ലീവ് എടുത്തതിൽ എങ്ങനെയാണ് ശരിയാവുന്നത്? എല്ലാ കാര്യവും കൃത്യമായി മാനേജ് ചെയ്യാൻ അറിയാവുന്ന ശ്രീകാന്തിനല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പ്രിയ ലീവ് കൊടുക്കുന്നില്ല കേട്ടോ. എന്നിരുന്നാലും ശ്രീകാന്തിന് വർഷ പാടില്ലാതിരിക്കുന്ന സമയത്ത് വർഷ ഇട്ടോട്ട് പോകാനുള്ള മടിയുണ്ട്. എന്നാൽ പ്രിയയുടെ വാക്ക് ധിക്കരിച്ച് കഴിഞ്ഞാൽ തൻ്റെ ജോലി നഷ്ടപ്പെടുമെന്നുള്ള ഉറപ്പും കൊണ്ട് ശ്രീകാന്ത് ജോലിക്ക് പോയിട്ട് വേഗം വരാമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവാണ്. തൊട്ട് പിന്നാലെ തന്നെ വർഷ ശ്രീകാന്ത് എന്നെ ശ്രദ്ധിക്കുന്നില്ല, ശ്രീകാന്തിന് എന്നെ കെയർ ചെയ്യുന്നില്ല എന്ന രീതിക്കൊക്കെ രേവതിയോട് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പടിയിറങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു സമയത്തും രേവതി വർഷയെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ രേവതിയുടെ വാക്കൊന്നും കേൾക്കാതെ തന്നെ വർഷ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ ഒരുക്കുകയാണ് കേട്ടോ. ആ ഒരു സമയം തന്നെ ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ചന്ദ്രയും തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്ന സമയത്ത് ചന്ദ്രയ്ക്കും കണക്കിന് കൊടുത്തിട്ടാണ് കേട്ടോ വർഷ പോകുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്തിന് ശേഷം നമ്മുടെ വർഷയെ തിരികെ ശ്രീകാന്ത് വീട്ടിലേക്കൊക്കെ കൂട്ടിക്കൊണ്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം വരുന്നൊരു ഭാഗം, അതായത് മിനിങ്ങാന്നത്തെ പ്രമോയിൽ നമ്മൾ കണ്ടൊരു ഭാഗമാണ്. നമ്മുടെ ശ്രുതി പാലിലായിട്ട് ഒരു ലിക്വിഡ് കലർത്തുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ സച്ചിയുടെ ഫോൺ കൈക്കലാക്കുന്നതിന് വേണ്ടിയിട്ട് സച്ചിക്ക് കുടിക്കാൻ ഉപയോഗിക്കുന്ന പാലിൽ ഈ ഒരു മിശ്രിതം കലർത്തുകയാണ്. അതായത് ഉറങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരു ലിക്വിഡാണത്. അത് കലർത്താൻ തുടങ്ങുന്ന സമയത്ത് അടുക്കളയിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ രേവതി ഉണ്ടാവും. അപ്പോൾ രേവതിനെ നൈസായിട്ട് ശ്രുതി അവിടെ നിന്ന് ഒഴിവാക്കുന്നുണ്ട്. കാരണം മഴക്കാർ കയറിയിട്ടുണ്ട്, ടെറസിൻ്റെ മുകളിൽ തുണി ഉണ്ടാവും, നീ അത് എടുത്ത് വെച്ചില്ല എന്നല്ലെങ്കിൽ ആൻറ്റി വഴക്ക് പറയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിനെ അവിടുത്തെ പറഞ്ഞു വിടാണ്. രേവതി ആണെങ്കിൽ പാലൊന്നും നോക്കിക്കോളൂ എന്നും പറഞ്ഞുകൊണ്ടാണ് കേട്ടോ മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ രേവതി പോയ സമയം നോക്കി ശ്രുതി ആ ഒരു ലിക്വിഡ് പാലിൽ കലർത്തുന്നുണ്ട്. അങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ച് കഴിയുമ്പോഴത്തേക്കാണ് രേവതി തിരിച്ച് വന്നിട്ട് പറയുന്നത്: ശ്രുതി ടെറസിൻ്റെ മുകളിൽ തുണിയൊന്നുമില്ലല്ലോ, നീ പിന്നെ ഇതിന് നുണ പറഞ്ഞത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ നുണയല്ലല്ലോ രേവതി പറഞ്ഞത്, ഞാൻ ചിലപ്പോൾ ഉണ്ടാവും, ഇനിയിപ്പോൾ മഴ എങ്ങാനും പെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ആൻറ്റിയുടെ കയ്യിൽ നിന്ന് വഴക്ക് ഏൽപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നല്ലതിന് വേണ്ടി പറഞ്ഞാണ്, പക്ഷേ നീ എന്തിനാ എന്നോട് വഴക്കുണ്ടാക്കാൻ, ഞാൻ പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി തൻ്റെ ഉദ്ദേശം നടന്നല്ലോ എന്ന രീതിക്ക് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. എന്നാൽ ഇതൊന്നും അറിയാതെ തന്നെ രേവതി സച്ചിക്ക് വേണ്ടിയിട്ട് പാല് ഒരു ചെറിയ ഗ്ലാസ്സിനകത്ത് പകർത്തിയതിന് ശേഷം സച്ചിക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം സച്ചി അത് കുടിക്കാതെ മാറ്റി വയ്ക്കുക, രേവതിനോട് വാദോരാതെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം മാറുന്ന ശ്രുതി കാണുകയാണ്. കാരണം സച്ചി ഒരു പാല് കുടിച്ചാൽ മാത്രമാണ് തനിക്ക് ആ ഫോൺ കൈക്കലാക്കാൻ പറ്റുകയുള്ളൂ. ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ വാതിലിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ശ്രുതി നോക്കി നിൽക്കുകയാണ് കേട്ടോ. അവസാനം നമ്മുടെ രേവതി ഇനി വർത്തമാനം പറഞ്ഞാൽ മതി, ഇനി പാല് കുടിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് സച്ചിക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാല് കൊടുക്കുകയാണ്. സച്ചി അതിന് പാല് പകുതി കുടിക്കുന്നുണ്ട്, ബാക്കി പകുതി കൊടുക്കുന്ന രേവതിയാണ് കേട്ടോ. അപ്പോൾ തൻ്റെ ഉദ്ദേശങ്ങളെല്ലാം നടന്നു, ഗംഭീരമായി തന്നെ പ്ലാനിങ്ങെല്ലാം വിജയിച്ചു എന്ന സന്തോഷത്തോടു കൂടി തന്നെ ശ്രുതി ഇരുവരും ഉറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് ഫോൺ എടുക്കാൻ ചെല്ലുമ്പോൾ ആദ്യം വരുന്നത് ചന്ദ്രയാണ്. ചന്ദ്ര വന്നിട്ട് ചോദിക്കുന്നുണ്ട്: ശ്രുതി, നീ എന്താ ഉറങ്ങാത്ത, നിനക്കെന്താ ഉറക്കമൊന്നും ഇല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ വന്നാണ് ശ്രുതി മറുപടി പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ആൻറ്റി താൻ പോവാതെ പോവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ശ്രുതി വേഗം പറയുന്നത്: എനിക്ക് ഉറക്കം വരുന്നുണ്ട് ആൻറ്റി, ഞാൻ പോയി കിടന്നുറങ്ങട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി റൂമിൻ്റെ ഉള്ളിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. ചന്ദ്രയാണെങ്കിലോ തൻ്റെ റൂമിലായിട്ട് പോവുകയും ചെയ്യും കേട്ടോ. പിന്നീട് ചന്ദ്ര റൂമിലേക്ക് കയറി ഉറപ്പ് വരുന്നതിന് ശേഷം ശ്രുതി റൂമിൽ നിന്ന് പുറത്തിറങ്ങി വീണ്ടും ഫോൺ എടുക്കാൻ ചെല്ലുന്ന സമയത്ത് വരുന്ന ശ്രുതിയാണ്. ശ്രുതിനെ കാണുമ്പോൾ തന്നെ ശ്രുതി ഞെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ശ്രുതിയും ചോദിക്കുന്നുണ്ട്: നിനക്കെന്താ ഇവിടെ കാര്യമെന്ന് ചോദിക്കുന്ന സമയത്ത് ശ്രുതിനോടും ശ്രുതി നുണ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ശ്രുതി ആകട്ടെ, ശ്രുതി ഞാനിപ്പോൾ നല്ല സ്വപ്നം കണ്ടാണ് നീ എൻ്റെ കൂടെ വായെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിനെയും കൂട്ടിക്കൊണ്ട് നിർബന്ധിച്ച് തന്നെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. അതായത് നമ്മൾ പേടിക്കുന്ന പോലെ ഒന്നും തന്നെ അവിടെ സംഭവിക്കുന്നില്ല, ശ്രുതിയുടെ ലക്ഷ്യം അവിടെ നടക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു ഭാഗമാണ് നമുക്ക് വരാനിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.